നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന 43-കാരന് നിപ്പയ്ക്കൊപ്പം തന്നെ ന്യൂമോണിയയും ബാധിച്ചു എന്നാണ് ആരോഗ്യനില മോശമാകാനുള്ള കാരണം. ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇവരെല്ലാം നിരീക്ഷണത്തിലുമാണ്. ആകാശ് തരത്തിൽ കോഴിക്കോട് നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആകാശ്, ഗുഡ് മോർണിംഗ്. ഈ 43-കാരൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ആരോഗ്യവകുപ്പ് പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് ഒക്കെ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അപ്പം എങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി 43-കാരൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലാണ്. സാവർത്തി SDSM ബിൽഡിങ്ങിലുള്ള പ്രത്യേകമായി തയ്യാറാക്കിയ ഐസൊലേഷൻ വാർഡിൽ തന്നെ ചികിത്സ തുടരുകയാണ്. അവിടേക്ക് മറ്റാളുകൾക്ക് പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഇയാൾക്ക് ന്യൂമോണിയ കൂടെ പിടിപെട്ടിട്ടുണ്ട്. അത് ആശങ്കയ്ക്ക് ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതിനാൽ തന്നെ നിലവിൽ മാറ്റമില്ലാതെ തന്നെ ഇയാൾ തുടരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി കൺട്രോൾ റൂം ഉൾപ്പെടെ ഇന്നലെ തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ കാണുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇൻഡെക്സ് കേസാണ്. അതിനാൽ തന്നെ എവിടെ നിന്നാണ് ഈ രോഗം പിടിപെട്ടത്, ഏതാണ് ഇതിൻ്റെ സോഴ്സ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായും 2 സാധ്യതകളാണ് പറയുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു പൂട്ടിക്കിടന്ന ഒരു ഗോഡൌണിൽ പോയിരുന്നു. അവിടെ വവ്വാലുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ സാധ്യത. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇയാൾ വീടിന് സമീപത്തുമുള്ള ഒരു മരത്തിൽ നിന്നൊരു പഴം പറിച്ച് കഴിച്ചു എന്ന് പറയുന്നു. ഈ രണ്ടുമാണ് ഇതിലേക്കുള്ള സാധ്യത. ഇൻഡെക്സ് കേസുമാണ് ആയത്. കൂടുതൽ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. നിലവിൽ 77 പേരാണ് ഇയാളുമായി ബന്ധപ്പെട്ട സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ ഹൈ റിസ്ക് ആയിട്ട് 2 പേരും ഹൈ ആയിട്ട് 17 പേരുമുണ്ട്. കൂടാതെ 58 ആരോഗ്യ പ്രവർത്തകരും ഉണ്ട്. ടോട്ടൽ 77 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ പ്രധാനമായി പറയുന്നത് ഇവർക്കാർക്കും തന്നെ രോഗലക്ഷണങ്ങൾ നിലവിലില്ല. അതുകൂടാതെ തന്നെ 58 പേര് ആരോഗ്യ പ്രവർത്തകരാണ്. ഇയാൾ 2 സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിരുന്നു. അതിനാൽ ഈ 2 സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരാണ് ഇത്. ഇവിടെ നിന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് ഇയാളുടെ സ്രവ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നത്. അതിനാൽ തന്നെ അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കും നിലവിൽ ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കൂടാതെ തന്നെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഇന്നലെ യോഗം ചേരുകയും കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും മറ്റാർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ക്ലസ്റ്ററുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ കൃത്യമായി കണ്ടെയ്ൻമെന്റ് സോണായി തിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൂടുതൽ ആളുകൾക്ക് രോഗലക്ഷണം ഇല്ലാത്തതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ ആകാശേ, ശരി.